കൃഷിയിൽ നിന്ന് മാത്രമല്ല ഇനി സ്വന്തം കൃഷിയിടത്തിൽ വെയിലിൽ നിന്നും വരുമാനം നേടാൻ കർഷകർക്ക് ഒരു വലിയ അവസരം വരികയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ PM കുസും 2.0 എന്ന പുതിയ സോളാർ പദ്ധതി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. വെറുതെ കിടക്കുന്ന കൃഷിയിടത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അതുവഴി മാസം തോറും ഒരു വരുമാനം കണ്ടെത്താനും ഈ പദ്ധതി സഹായിക്കും. പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയും പഴവർഗ്ഗങ്ങളും ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു ലോട്ടറി തന്നെയാകും. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഈ PM കുസും പദ്ധതി എന്ന് ലളിതമായി പറയാം. കർഷകർക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തുടങ്ങിയ പദ്ധതിയാണിത്. ഇതിന്റെ രണ്ടാം ഘട്ടം അഥവാ വേർഷൻ 2.0 ആണ് ഇപ്പോൾ വരുന്നത്. കൃഷിയിടങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് കർഷകരെ തന്നെ വൈദ്യുതി ഉൽപാദകരാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതുവഴി കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി സൗജന്യമായി ലഭിക്കുമെന്ന് മാത്രമല്ല, ചെലവ് കൂടിയ ഡീസൽ പമ്പുകൾ ഒഴിവാക്കി കൃഷി ലാഭകരമാക്കാനും കർഷകർക്ക് സാധിക്കും. പലരുടെയും പേടി കൃഷിയിടത്തിൽ സോളാർ പാനലുകൾ വെച്ചാൽ പിന്നെ അവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നാണ്. എന്നാൽ PM കുസും 2.0 അതിനൊരു മികച്ച പരിഹാരമുണ്ട്. ഈ പദ്ധതിയിൽ പാനലുകൾ നിലത്തല്ല ഉറപ്പിക്കുന്നത്, മറിച്ച് ഏകദേശം 2.1 മീറ്റർ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ പാനലുകൾക്ക് താഴെ നിങ്ങൾക്ക് യഥേഷ്ടം കൃഷി തുടരാം. വിളകൾക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കാത്ത രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. ചില പ്രത്യേക വിളകൾക്ക് ഈ തണൽ കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. എല്ലാ വിളകൾക്കും ഇത് ഒരുപോലെ ആകില്ലെങ്കിലും ചില കൃഷികൾക്ക് ഇത് വലിയ അനുഗ്രഹമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം തക്കാളി, വഴുതന തുടങ്ങിയ പച്ചക്കറികൾക്കും പപ്പായ, മാങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾക്കും ഈ സോളാർ പാനലിന് താഴെയുള്ള അന്തരീക്ഷം വളരെ അനുയോജ്യമാണ്. ഭാഗികമായി തണൽ ആവശ്യമുള്ള വിളകൾ ചെയ്യുന്ന കർഷകർക്ക് കൃഷിയും നടക്കും, ഒപ്പം വൈദ്യുതിയും കിട്ടും. ചുരുക്കത്തിൽ ഒരേ ഭൂമിയിൽ നിന്ന് 2 വരുമാനം. ഈ പദ്ധതിയുടെ ഹൈലൈറ്റ് തന്നെ ഇരട്ടി വരുമാനമാണ്. ഒന്ന്, നിങ്ങളുടെ കൃഷിയിൽ നിന്നുള്ള ലാഭം. 2, സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. ആവശ്യത്തിനുള്ള വൈദ്യുതി എടുത്ത ശേഷം ബാക്കി വരുന്നത് സർക്കാരിലേക്ക് തിരിച്ചു നൽകി പണം സമ്പാദിക്കാൻ കർഷകർക്ക് സാധിക്കും. വലിയ കൃഷിയിടമുള്ളവർക്ക് വർഷം തോറും ലക്ഷങ്ങൾ വരെ അധിക വരുമാനം നേടാൻ ഇതുവഴി കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ന് ഡീസലിന് പൊള്ളുന്ന വിലയാണ്. പമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ അടിച്ചു തന്നെ കർഷകർ കടക്കണിയിലാകുന്ന അവസ്ഥയുണ്ട്. PM കുസും 2.0 വരുന്നതോടെ കർഷകരെ പൂർണ്ണമായും സോളാർ ഇറിഗേഷനിലേക്ക് മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃഷി ചെലവ് കുറയുന്നതോടെ കർഷകന്റെ കയ്യിൽ കൂടുതൽ പണം മിച്ചം വരും. ഏകദേശം 50,000 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ മാറ്റിവെക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 24 മണിക്കൂറും കർഷകർക്ക് വൈദ്യുതി ഉറപ്പാക്കാൻ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾക്കും ഇതിൽ മുൻഗണന നൽകുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്താനും ഇതുവഴി സർക്കാരിന് സാധിക്കും. ഒരു ചെറിയ കാര്യം കൂടി ശ്രദ്ധിക്കുക. PM കുസും 2.0 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ. അടുത്ത ആഴ്ചകളിൽ തന്നെ ഇതിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാലുടൻ കൃത്യമായ വിവരങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നതാണ്. ഈ പദ്ധതി വന്നാൽ കേരളത്തിലെ കർഷകർക്ക് അത് ഗുണകരമാകുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ കർഷകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെയുള്ള ഗവൺമെന്റ് സ്കീമുകൾ, പണം സമ്പാദിക്കാനുള്ള വഴികൾ, ബാങ്കിംഗ് അപ്ഡേറ്റുകൾ എന്നിവയ്ക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.